ആത്മബോധത്തിന്റെയും ആത്മസാക്ഷാത്കാരത്തിന്റെയും അടയാളമായാണ് ഈ പരിശുദ്ധ രുദ്രാക്ഷ വിത്തിനെ കണക്കാക്കുന്നത്. ഹിന്ദു സംസ്കാരത്തിനും ബുദ്ധമതത്തിനും രുദ്രാക്ഷത്തിന് വളരെയേറെ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. നീണ്ട കാലത്തെ ധ്യാനത്തിന് ശേഷം ശിവഭഗവാൻ കണ്ണു തുറന്നപ്പോൾ ആ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഭൂമിയിലേക്ക് പതിക്കുകയും അതിൽ നിന്ന് രുദ്രാക്ഷ വൃക്ഷം ഉണ്ടാകുകയും ചെയ്തു. രുദ്രൻ എന്നാൽ ശിവൻ, അക്ഷം എന്നാൽ കണ്ണ്. അങ്ങനെ രുദ്രന്റെ കണ്ണായും രുദ്രാക്ഷം അറിയപ്പെടുന്നു. ഏകമുഖി, പഞ്ചമുഖി എന്നിങ്ങനെ പലവിധത്തിൽ രുദ്രാക്ഷങ്ങളുണ്ട്. എന്നാൽ ഓരോന്നിനും അതിന്റെ മുഖത്തിനും നിറത്തിനും വലിപ്പത്തിനും ആകൃതിക്കും അനുസരിച്ച് 50 രൂപ മുതൽ 35 ലക്ഷം രൂപയിലുപരി ഒരു രുദ്രാക്ഷത്തിന് വില വരും. പഞ്ചമുഖി സാധാരണയായി ലഭിക്കുമെങ്കിലും മറ്റു രുദ്രാക്ഷങ്ങൾ വളരെ അപൂർവമായി മാത്രമേ ലഭിക്കുകയുള്ളൂ. അതിനാൽ തന്നെ ഇതിന് വളരെയേറെ പ്രാധാന്യവും വിലയുമുണ്ട്. രുദ്രാക്ഷം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ധ്യാനം, ഏകാഗ്രത, ശാരീരിക മാനസിക ഉണർവ് എന്നിവയ്ക്ക് ഒരു ഉത്തമ മാർഗമാണ് രുദ്രാക്ഷം. മാനസിക സമ്മർദ്ദം, രക്തസമ്മർദ്ദം എന്നിവയെ നിയന്ത്രിക്കാനും ശാരീരിക താപനിലയെ നിയന്ത്രിക്കാനും നമ്മുടെ ശരീരത്തിന്റെ കാന്തിക പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും രുദ്രാക്ഷം വളരെയേറെ ഉത്തമമായ ഒരു ഔഷധ വിത്ത് തന്നെയാണ്.